നമസ്കാരം. ഇറാന്റെ ശല്യം തീർക്കാൻ സൗദിയുടെ മിസൈൽ വർഷം. ട്രംപിനെ വധിക്കാൻ ഇറാൻ പട സൗദി. യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്നാണ് മിക്ക ലോകരാഷ്ട്രങ്ങളുടെയും ആഗ്രഹം. ആഗോള ഊർജ പ്രതിസന്ധി വല്ലാതെ ഇങ്ങനെ തുടരുന്ന സാഹചര്യത്തിൽ എങ്ങനെയും യുദ്ധം അവസാനിപ്പിക്കുക എന്നത് മാത്രമാണ് രാഷ്ട്രങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇതിന്റെ മുഖ്യ കാരണം എന്ന് പറയുന്നത് ഈ ആഗോള ഊർജ പ്രതിസന്ധിയാണ്. എന്നാൽ ഈ സുവർണാവസരം കളയരുത്. ഇറാന്റെ ഭീഷണി എന്നേക്കുമായി അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ് സൗദി അറേബ്യ ഇപ്പോൾ രംഗത്തുണ്ട്. ആക്രമണം തുടരാൻ സൗദി അറേബ്യ ട്രംപിനെ പ്രേരിപ്പിക്കുന്നതായിട്ട് ന്യൂയോർക്ക് ടൈംസ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. യുഎസിന്റെ പിന്മാറ്റം എന്ന് പറയപ്പെടുന്നത് ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കുവാനുള്ള ഡബിൾ ഗെയിം ആണോ എന്ന് ചിന്തിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായി പ്രഖ്യാപിച്ച 5 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ സ്ഥിരമാകണമേ എന്നാണ് രാഷ്ട്ര നേതാക്കളുടെയും പ്രതീക്ഷ എന്ന് പറയുന്നത്. പ്രാർത്ഥനയും അത് തന്നെയാണ്. എന്നാൽ ഇറാനെതിരെയുള്ള സൈനിക ആക്രമണം തുടരാനും പശ്ചിമേഷ്യയെ പുനർനിർമ്മിക്കുവാനുള്ള ഈ ചരിത്രപരമായിട്ടുള്ള അവസരം പ്രയോജനപ്പെടുത്തുവാനും സൗദി അറേബ്യ ട്രംപിനെ പ്രേരിപ്പിക്കുന്നതിനുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞ ഒരാഴ്ചയായി നടത്തിയ ചർച്ചകളിൽ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ നേരിട്ടാണ് യുദ്ധവുമായി മുന്നോട്ട് പോകുവാൻ ട്രംപിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നത് എന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ ഗൾഫ് രാജ്യങ്ങൾക്ക് ഇറാൻ ഉയർത്തുന്ന ദീർഘകാലമായിട്ടുള്ള ഭീഷണി അവസാനിപ്പിക്കുവാൻ അവിടുത്തെ ഭരണകൂട മാറ്റം മാത്രമാണ് പോംവഴി എന്ന് ബിൻ സൽമാൻ വാദിച്ചതായിട്ട് ചർച്ചകളെക്കുറിച്ച് അറിവുള്ളവർ പറയുകയാണ്. അത് വെളിപ്പെടുത്തലുകളാണ്. അപ്പോൾ 3 ആഴ്ചയിലേറെ നീണ്ടുനിന്ന സംഘർഷത്തിനൊടുവിൽ ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതായിട്ടും ടെഹ്റാനിൽ ഭരണകൂട മാറ്റം നടന്നതായിട്ടും ട്രംപ് US മാധ്യമങ്ങളോട് പറഞ്ഞതിന് പിന്നാലെയായിരുന്നു സൗദി അറേബ്യയുടെ നീക്കം എന്ന് പറയുന്നത്. ഇവിടെ ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ആഗോള ഇന്ധന പ്രതിസന്ധി അതിരൂക്ഷമാണ് എന്ന് ലോകരാഷ്ട്രങ്ങൾ മുന്നറിയിപ്പ് നൽകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ലോകം കടന്നു പോകുന്നത്. ഊർജ പ്രതിസന്ധി ലോകത്തെ അപകടകരമായിട്ടുള്ള അവസ്ഥയിൽ എത്തിച്ചിരിക്കുകയാണ് എന്നും തടസ്സപ്പെട്ട ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനായിട്ട് ഇറാനുമായിട്ട് ചർച്ചകൾ നടത്തേണ്ട സമയം അതിക്രമിച്ചുവെന്നും യൂറോപ്യൻ കമ്മീഷൻ അടക്കം പറയുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്ക് 48 മണിക്കൂറിനുള്ളിൽ തുറന്നില്ല എങ്കിൽ ഇറാന്റെ വൈദ്യുതി നിലയങ്ങൾ തകർത്ത് തരിപ്പണമാക്കുമെന്ന മുൻ ഭീഷണിയിൽ നിന്ന് ഡൊണാൾഡ് ട്രംപ് താൽക്കാലികമായി പിന്മാറുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ നടത്താനിരുന്ന ആക്രമണങ്ങൾ 5 ദിവസത്തെ കൂടി അദ്ദേഹം നീട്ടിവെക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ പിന്മാറ്റം ഒരു തന്ത്രപരമായിട്ടുള്ള നീക്കമാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇറാന്റെ കിരീടം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കുവാൻ US സൈന്യത്തിന് കൂടുതൽ സമയം നൽകാനാണോ ഈ സാവകാശം എന്ന് സംശയിക്കപ്പെടുന്നു. ഇറാനിയൻ തീരത്ത് നിന്ന് ഏകദേശം 15 മൈൽ അകലെയുള്ള 5 മൈൽ നീളമുള്ള ഈ ദ്വീപാണ് ഇറാന്റെ ക്രൂഡ് ഓയിൽ കയറ്റുമതിയുടെ 90% കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത്. യുദ്ധത്തിനുള്ള പണം കണ്ടെത്താൻ ഇറാനെ സഹായിക്കുന്ന പ്രധാന സ്രോതസ്സും ഇത് തന്നെയാണ്. ഇതിനോടകം തന്നെ 2200 സൈനികരടങ്ങുന്ന 31ാമത് മറൈൻ എക്സ്പെഡിഷണറി യൂണിറ്റിനെ ട്രംപ് മേഖലയിലേക്ക് ഇപ്പോൾ അയച്ചിരിക്കുകയാണ്. USS ട്രിപ്പോളി, USS സാൻഡിഗോ, USS ന്യൂ ഓർലിയൻസ് എന്നീ കപ്പലുകൾ ഇതിന്റെ ഭാഗമാണ്. ഇതിനു പുറമെ സാൻഡിഗോയിൽ നിന്ന് പുറപ്പെട്ട USS ബോക്സറിന്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു വൻ സൈനിക വ്യൂഹം, ആ സൈനിക വ്യൂഹവും ഈ പശ്ചിമേഷ്യ ലക്ഷ്യമാക്കി നീങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇറാനിലെ സൈനിക നീക്കങ്ങളെ പിന്തുണയ്ക്കുന്നതിനായിട്ട് ആർമിയുടെ 82ാം എയർബോൺ ഡിവിഷനിൽ നിന്നുള്ള ഒരു കോംബാറ്റ് ബ്രിഗേഡിനെ കൂടി വിന്യസിക്കുന്നതിനെ കുറിച്ച് ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ ഇപ്പോൾ ആലോചിച്ചു വരികയാണ്. അപ്പോൾ യുദ്ധം അവസാനിക്കുകയാണോ? അല്ല, അവസാനിക്കുന്നില്ല എന്നുള്ളതിന്റെ സൂചനകളാണ്. ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളെ തുടർന്ന് വെടിനിർത്തൽ കരാറിൽ തകർച്ചയുടെ വക്കിലെത്തിയതോടെ ഇറാനുമായിട്ടുള്ള ചർച്ചകൾക്കായിട്ട് JD വാൻസിനെ, അതായത് അമേരിക്കയുടെ തന്നെ വൈസ് പ്രസിഡന്റിനെ മുഖ്യ മധ്യസ്ഥനായി നിയോഗിക്കാൻ ഡൊണാൾഡ് ട്രംപ് ആലോചിക്കുന്നു. ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടവുമായിട്ട് ഒരു കരാറിലെത്താൻ വാൻസിനെ രംഗത്തിറക്കും. പാകിസ്ഥാനിലാകും ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കാൻ പോകുന്നത് എന്നുള്ളത്. ട്രംപിന്റെ പ്രത്യേക ദൂതന്മാരായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷ്ണറും ഔദ്യോഗിക ചർച്ചകൾക്ക് നേതൃത്വം നൽകുമെങ്കിലും കരാറുകൾക്ക് അന്തിമ രൂപം നൽകാൻ വാൻസ് എത്തിയേക്കും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ വരുന്നത്. ചർച്ചകൾ നടന്നാൽ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അർഗാച്ചിയെ അയക്കാൻ ടെഹ്റാൻ തയ്യാറാകും. എങ്കിലും ചർച്ചകളിൽ ഏർപ്പെടുന്നതിനോട് ഇറാനിയൻ ഉദ്യോഗസ്ഥർ കടുത്ത വിയോജിപ്പാണ് ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതിനിടെ ചൊവ്വാഴ്ച ദക്ഷിണ ഇസ്രായേലിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഒരു ശിശു ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റതായിട്ട് ഇസ്രായേലി പ്രഥമ ശുശ്രൂഷ സംഘം തന്നെ അറിയിക്കുന്നുണ്ട്. മിസൈൽ ആക്രമണത്തിൽ അവയവങ്ങൾക്ക് പരിക്കേറ്റ 40 വയസ്സുകാരനെ ആശുപത്രിയിലേക്ക് മാറ്റിയതായിട്ടടക്കം ഉള്ള എമർജൻസി സർവീസിൽ നിന്നുള്ള അറിയിപ്പുകൾ അടക്കം പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വീണ്ടും യുദ്ധസമാനമായ സാഹചര്യത്തിൽ തന്നെയാണ് ഇസ്രായേലും ഇറാനും എന്ന് പറയേണ്ടിയിരിക്കുന്നത്.
ഇവിടെ ടെല്ലവീവിലുണ്ടായ മറ്റൊരു ആക്രമണത്തിൽ ഒരു കെട്ടിടത്തിന് കാര്യമായിട്ടുള്ള കേടുപാടുകൾ സംഭവിക്കുകയും കുറഞ്ഞത് 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായിട്ടുള്ള MDMA റിപ്പോർട്ട് അടക്കം പുറത്തു വരുന്നുണ്ട്. അപ്പോൾ മിസൈൽ ആക്രമണത്തിൽ ഡസൻ കണക്കിന് ആളുകൾക്ക് ഇപ്പോൾ പരിക്കേറ്റുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല വലിയ മിസൈൽ ആക്രമണങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇസ്രായേലിലേക്ക് ഇറാന്റെ ഭാഗത്ത് നിന്ന്. അപ്പോൾ ഇത്തരത്തിൽ ഇറാൻ കാലാകാലങ്ങളായിട്ട് സൗദി അറേബ്യയ്ക്ക് അടക്കം വലിയ ശല്യക്കാരനായി മാറുന്നു. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയായി തീരുന്ന ആളായി സൗദി അറേബ്യ മാറുകയാണ്. അപ്പോൾ ഇറാന്റെ ഭീഷണി തുടർന്നു വന്ന സാഹചര്യത്തിലാണ് എങ്ങനെയും ഇറാന്റെ ശല്യം തീർക്കാൻ വേണ്ടിയിട്ട് സൗദി മിസൈൽ വർഷം ആരംഭിക്കണം അല്ലെങ്കിൽ യുദ്ധം തുടരണം എന്നുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഇപ്പോൾ ട്രംപിനെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ട്രംപിനെ വധിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇറാൻ പട സൗദിയിലേക്ക് എത്തപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ കൊണ്ടെത്തിച്ചിരിക്കുന്നു കാര്യങ്ങൾ എന്നുള്ളതാണ്.